അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് പറഞ്ഞാൽ ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ഗുണനവും അതുപോലെ ഭിന്നസംഖ്യകളുടെ ഹരണം, ഡിവിഷനോ എന്ന് പറയാൻ പോകുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതായത് ഇവിടെ ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചേക്കാം. നമ്മൾ 3/2 എന്ന് പറയുന്ന ഭിന്നസംഖ്യയെ 1/4 എന്ന ഭിന്നസംഖ്യ കൊണ്ട് ഗുണിക്കുക ചെയ്യുന്നത്. നമുക്കറിയാം ഭിന്നസംഖ്യക്ക് 2 ഭാഗങ്ങളുണ്ട്. മുകളിലുള്ള ആളെ നമ്മൾ എന്ത് പറയും? അംശം എന്ന് പറയും. താഴെയുള്ള ആളെ നമ്മൾ എന്ത് പറയും? ചെ എന്ന് പറയും. ഇവിടെ ചെയ്യേണ്ടത്, ഗുണിക്കുന്ന കേസിൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ മുകളിലുള്ള അംശങ്ങളെ നമ്മൾ എന്ത് ചെയ്താൽ ഗുണിച്ചെഴുതുക. അതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ അംശം. അതുപോലെ താഴെയുള്ള ഛേദത്തെ എന്ത് ചെയ്യുക? ഗുണിച്ചെഴുതുക. അതായത് 2 × 4, 3 × 1 3, 2 4 8. അപ്പോൾ ഈ ഭിന്നസംഖ്യയുടെ ആൻസർ, മൾട്ടിപ്ലിക്കേഷൻ ആൻസർ എത്രയായിരിക്കും? 3/8. സിമ്പിൾ, ഗുണന സിമ്പിളാണ്. അതായത് നേരെ ഗുണിക്കാം. നമുക്കൊരു ജനറൽ ആയിട്ട് ഒരു ഫോം പറയുകയാണെങ്കിൽ a/b നമ്മൾ c/d കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ആൻസർ എത്രയായിരിക്കും? a × c ac, b × d bd. നേരെ അത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യം. ഇനി ഹരിക്കേണ്ടതും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ചെറിയൊരു കാര്യം ചെയ്താൽ മതി. ഒരു തരത്തിലുള്ള ഗുണം തന്നെയാണ് ഹരണം. അതായത് 3/2 എന്ന് പറയുന്ന ഭിന്നസംഖ്യയെ 1/4 കൊണ്ട് ഞാൻ ഹരിക്കുമെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 3/2 എന്ന ഭിന്നസംഖ്യയെ 1/4 വിൽക്രമം, അതായത് 1/4 വിൽക്രമം എന്നാണ് തലയിരിച്ചിട്ട് അല്ലേ, ആ 4/1 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. ഗുണിക്കേണ്ടത് നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചല്ലോ. അതായത് 3 × 4 ചെയ്യാ, 2 × 1 ചെയ്യാം. 3 4 എത്ര? 12. ഒരു 2 2. ഇനി 12/2 വേണമെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യാം. 12 എത്ര? 2 ഉണ്ട്, 6. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? 6. അപ്പൊ അതിനും ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ a/b ഹരിക്കണം c/d നമുക്ക് എന്താക്കി മാറ്റാം? a/b ഗുണിക്കണം c/d തിരിച്ചിട്ട് എന്തായിരിക്കും? d/c. ഇനി എന്താക്കുക? ഗുണിക്കുമ്പോൾ എന്ത് വരും? a × d ad, b × c bc. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ.